വാഗ്ദാനമനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. പ്രഭാഷകൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയാർജിച്ച വിനോദങ്ങളിൽ 2ാം സ്ഥാനമാണ് അലങ്കാര മത്സ്യ പരിപാലനത്തിനുള്ളത്. പല വിദേശ രാജ്യങ്ങളിലും എന്നതുപോലെ നമ്മുടെ നാട്ടിലും അടുത്ത കാലത്തായി ഇതിന് പ്രചാരമേറി വരുന്നു. ഈ കാലങ്ങളിൽ കൂടുതൽ ഗൗരവതരമായൊരു ശ്രദ്ധയാണ് താൽപ്പര്യമുള്ളവർ ഈ വിനോദത്തിനായി നൽകുന്നത് എന്നത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൂടിയ ഗുണമേന്മയും വ്യത്യസ്തതയുമുള്ള ഇനങ്ങൾ കൂടുതൽ വിലമതിക്കപ്പെടുന്നു. 10,000 വിലമതിക്കുന്ന തരം അലങ്കാര മത്സ്യങ്ങൾ വരെ ഇന്ന് നമ്മുടെ നാട്ടിലെ അക്വേറിയങ്ങളിൽ സാധാരണയാണ്. ഒരു വിനോദം എന്ന നിലയിൽ അലങ്കാര മത്സ്യങ്ങളുടെ പരിപാലനത്തോടൊപ്പം തന്നെ വികസിച്ചു വരുന്ന മറ്റു മേഖലകളാണ് അവയുടെ ബ്രീഡിംഗ്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള പരിപാലനം, വിപണനം തുടങ്ങിയവ. അടുത്ത കാലങ്ങളിലായി ഈ മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഏറെ പേർ നമുക്കിടയിലുണ്ട്. പലരും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിവിധയിനം അലങ്കാര മത്സ്യങ്ങളുടെ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ ഹാച്ചറികളിൽ നിന്നും മൊത്തമായി വാങ്ങി അക്വേറിയങ്ങളിൽ ഉപയോഗിക്കാവുന്ന പ്രായത്തിലും വലുപ്പത്തിലും വളർത്തി വിപണനം ചെയ്യുകയാണ്. അതിൽ ചിലരെങ്കിലും ചിലയിനം മത്സ്യങ്ങളുടെ ബ്രൂഡ് സ്റ്റോക്കിനെ സംരക്ഷിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നതിലും കൂടുതൽ സൂക്ഷ്മതയും പരിചയവും പ്രയത്നവും ആവശ്യമുള്ള തൊഴിലാണ് ബ്രീഡിംഗ്. കൂടാതെ ഗുണമേന്മയുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വ്യക്തമായ പരിജ്ഞാനവും ആവശ്യമാണ്. കാരണം വിവിധ ഇനങ്ങളിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളും വിഭിന്നങ്ങളായ സാഹചര്യങ്ങളിലാണ് മുട്ടയിടുകയോ പ്രസവിക്കുകയോ ചെയ്യാറുള്ളത്. അത്തരം സാഹചര്യങ്ങളെ കൃത്രിമമായി സൃഷ്ടിച്ച് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ മാത്രമേ ആ ഉദ്യമത്തിൽ ഒരാൾക്ക് പൂർണ്ണമായും വിജയിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ മേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരാളുടെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇന്ന് ഹരിതകത്തിൽ നാം കാണുന്നത്. ഇത് ചങ്കൂറ്റത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പുതുമയുള്ള ഒരു കഥയാണ്. വയനാട്ടിൽ കൽപ്പറ്റയ്ക്കടുത്ത് മാണ്ടാട് സ്വദേശിയായ ലിജോ എന്ന 23-കാരൻ തൻ്റെ സ്ഥിരോത്സാഹത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും അലങ്കാര മത്സ്യകൃഷിയിൽ തൻ്റെതായ ഒരു ചരിത്രം സൃഷ്ടിച്ച കഥ. സ്വപ്രയത്നം കൊണ്ട് ഏതിനത്തിൽപ്പെട്ട അലങ്കാര മത്സ്യത്തെയും ബ്രീഡ് ചെയ്യുവാനുള്ള പരിജ്ഞാനം വർഷങ്ങൾക്ക് മുൻപേ സ്വായത്തമാക്കിയ ലിജോയുടെ ഇന്നത്തെ വരുമാനം വലുതാണ് എന്നതിനു പുറമെ അവൻ്റെ കണ്ടെത്തലുകളെയും കഴിവുകളെയും ലോകം അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രകൃതിയോടും കൃഷികളോടും പൊതുവെ വളരെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനിനെ പിടിക്കുന്നു, മറ്റുള്ള പശുവിനെ നോക്കുന്നു, പിന്നെ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള കാർഷികമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലയിലും ഞാൻ എൻ്റെ ഒരു പങ്കാളിത്തം ഞാൻ അവിടെ പ്രകടിപ്പിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് പിന്നെ ഒരു 8-9 എത്തിയപ്പം ഞാൻ സ്വന്തമായിട്ടുള്ള രീതിയിലേക്ക് എന്ന രീതിയിൽ ഞാൻ ആന്തൂറിയം കൃഷി, അതുപോലെ തന്നെ ആട്, അങ്ങനെ ഓരോ കൃഷി ഞാൻ ഇങ്ങനെ ചെയ്തു പോന്നിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ അപ്പുറം അത് 1-2 വർഷങ്ങൾക്ക് മാത്രം കൊണ്ട് നടക്കുകയും അതിനുശേഷം അത് ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീടാണ് ഞാൻ ഈ മത്സ്യകൃഷിയിലേക്ക് വരികയും അതിലാണ് ഞാനിപ്പം സ്ഥിരമായിട്ട് നിൽക്കുന്ന ആ ഒരു ഫീൽഡിൽ മാത്രമാണ് സ്ഥിരമായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് ഒരു വാണിജ്യാടിസ്ഥാനത്തിലായിട്ട് ഈ ഒരു ഫീൽഡിനെ കൊണ്ടു നടക്കുകയും എൻ്റെ ഒരു ജീവിതമാർഗ്ഗമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷം ആവുന്നേ ഉള്ളൂ. അതിനു മുമ്പേ അലങ്കാര മത്സ്യം വളർത്തുകയും ബ്രീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി ഇവിടെ കുഞ്ഞുങ്ങളെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഈ ഫീൽഡിലേക്ക് വരാനൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പെങ്ങൾക്ക് ഒരു അക്വേറിയം മേടിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് മീൻ ചത്തുപോകുകയും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം കടകളിൽ നിന്നൊക്കെ മേടിച്ചു കൊടുത്തു, അതെല്ലാം ചത്തുപോയി.
പിന്നീട് പപ്പേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കുറച്ച് മീനിന് പുള്ളിക്കാരൻ ചെറിയൊരു ആമ്പലിൻ്റെ കുളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അവിടെ പോയി മേടിക്കുകയും പുള്ളിക്കാരന് പൈസ കൊടുത്ത് അതിന് തിരിച്ചെടുക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമായിരുന്നു, ഇത് നല്ലൊരു കാര്യമാണല്ലോ, പിന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്ന അത്രയും വലിയ, ആദ്യം വിചാരിച്ചൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു. ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത് എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം ഒരുവിധപ്പെട്ട എല്ലാ വെറൈറ്റി മീനിനെ നമുക്കിവിടെ ബ്രീഡ് ചെയ്യാനും കഴിയുന്നുണ്ട്, അതിനെ വളർത്തിയെടുക്കാനും സാധിക്കുന്നുണ്ട്. അലങ്കാര മത്സ്യകൃഷിയിലേക്ക് താൽപ്പര്യത്തോടെ തിരിഞ്ഞെങ്കിലും ലിജോയുടെ ആരംഭകാലം ഏറെ ദുരിതം നിറഞ്ഞതും ബുദ്ധിമുട്ടേറിയതുമായിരുന്നു. മത്സ്യകൃഷിയുടെ പ്രാരംഭ പാഠം പോലും സ്വന്തമാക്കാതെ ഉറച്ച താൽപ്പര്യം മാത്രം കൈമുതലാക്കി ഈ രംഗത്തേക്കിറങ്ങിയ ആ ചെറുപ്പക്കാരനെ പലരും കബളിപ്പിക്കുക പോലുമുണ്ടായി. മാത്രമല്ല, പഠിക്കാൻ മിടുക്കനായിരുന്ന ബുദ്ധിമാനായ ഒരുവൻ മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞതിനെ എളുപ്പത്തിൽ ഉൾക്കൊള്ളുവാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും തയ്യാറായില്ല. കൗമാരകാലം പോലും പിന്നിടുന്നതിനു മുൻപേ മകന്റെ സ്ഥിരോത്സാഹത്തിലും ലക്ഷ്യബോധത്തിലും വിശ്വാസമുണ്ടായിരുന്ന മാതാപിതാക്കളുടെ ശക്തമായ പിന്തുണയും ഉറച്ച ദൈവവിശ്വാസവും മാത്രമായിരുന്നു അവന് സഹായമായി ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആദ്യകാലങ്ങളിൽ തുടങ്ങിയ സമയത്ത് വളരെയധികം എനിക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ക്ലൈമറ്റിന് അനുകൂലമാകും അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു ഫീൽഡിനെ കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ കാശ് കൊടുത്ത് ആദ്യമേ കൊണ്ടുവന്ന് ഗോൾഡ് ഫിഷിനെയും മറ്റുമൊക്കെയാണ്. കാരണം സ്റ്റാർട്ടിങ്ങുകാർക്കൊന്നും അതൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ അക്വേറിയം ഷോപ്പിൽ പോയി അവർ പറയുന്ന മീനെ മേടിച്ചു, അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു. പക്ഷേ ഒന്നും നടക്കില്ല. 2-3 ദിവസം കഴിയുമ്പോൾ ചത്തു പോകുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇതിലത്തെ ഒരു നഷ്ടങ്ങളൊക്കെ അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പൂക്കോട് ഫിഷറീസുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ ഒരു മനോജ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരനും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. എങ്ങനെയൊക്കെ ബ്രീഡ് ചെയ്യണം, അതിനെ വളർത്തിയെടുക്കണം, അതിനുള്ള ഫീഡ് എന്തൊക്കെയാണെന്നും പുള്ളിക്കാരനും അറിയത്തില്ലായിരുന്നു. എങ്കിലും ഇതിനോടുള്ള താല്പര്യവും എനിക്ക് ഈ ഒരു മേഖലയിലേക്കുള്ള താല്പര്യം പുള്ളിക്കാരനും കണ്ടുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ എന്നെ കണ്ടമാനം ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചു. അങ്ങനെ പുള്ളിക്കാരനെ അറിയുന്ന 2-3 ഫാമുകളിൽ ഞങ്ങൾ 2 പേരും കൂടി പോയി. അവിടെയൊക്കെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയും, നീ ഒരു 1-2 ടാങ്ക് ഉണ്ടാക്കുക, അതിലേക്ക് കുറച്ച് മീൻ ഇടുക, 3-4 മാസം കഴിയുമ്പോൾ നീ വലയും കൊണ്ട് ചെന്നങ്ങ് പിടിച്ചെടുത്താൽ മതിയെന്ന് മാത്രമായിരുന്നു അവരൊക്കെ പറയുന്നത്. നമ്മളങ്ങനെ ചെയ്താലൊന്നും നടക്കത്തൊന്നുമില്ല എന്ന് അനുഭവം കൊണ്ട് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ മനോജ് സാറിനോട് പറഞ്ഞു, സാറേ ഇന്ന പോലെയൊക്കെ സംഭവിച്ചു, എനിക്കിനിപ്പോൾ കണ്ടമതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും എനിക്ക് കഴിയത്തില്ല, അപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ നിന്ന് തന്നെ വിടാൻ വേണ്ടി പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഓരോരോ ദിവസവും ഓരോരോ ഫീൽഡിലേക്ക് വരികയും അതെല്ലാം നഷ്ടത്തിൽ വന്ന് ഒഴിവായി പോവുകയും ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒന്നിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം. കാരണം പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫീൽഡിലേക്ക് പിന്നെ ഒന്നും കൂടി ഇറങ്ങാൻ തന്നെ കാരണം. തുടർന്ന് തനിക്ക് അതുവരെ സംഭവിച്ച പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും അവൻ രംഗത്തേക്കിറങ്ങി. ഇത്തവണ വിജയം അകലെയായിരുന്നില്ല. അവൻ്റെ ഉദ്യമങ്ങൾ പടിപടിയായി ലക്ഷ്യം കണ്ടു തുടങ്ങി. സ്ഥിരോത്സാഹത്തിനും കഠിന പ്രയത്നത്തിനുമൊപ്പം ദൈവവിശ്വാസം കൂടിയുണ്ടെങ്കിൽ ഏത് ലക്ഷ്യവും നിഷ്പ്രയാസം നേടിയെടുക്കാനാവുമെന്ന് അവൻ്റെ അനുഭവം തെളിയിക്കുന്നു. അന്ന് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഈ സാറിന് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇപ്പോൾ രണ്ടാമത് ഇതിനെക്കുറിച്ച് എന്തൊക്കെ ചെയ്താലാണ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനം വേണമെന്ന് എനിക്ക് തോന്നിയും. പക്ഷെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമേരും അവരെ ട്രേഡ് സീക്രട്ട് പറഞ്ഞു തരില്ലാന്നും മനസ്സിലായതുകൊണ്ട് കുറേ എന്ന് പറഞ്ഞാൽ ഒരു 90% നെറ്റിൽ കയറി സ്റ്റാർട്ടിങ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുകയും പിന്നെ നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്ത് ആണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വളർന്നു വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ചെയ്യാൻ നേരത്ത് വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പപ്പയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം വേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം നല്ലൊരു കാര്യമാണെന്ന് പുള്ളിക്കാരൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത് വേണ്ടെന്ന് പറയത്തില്ല. അങ്ങനെ എന്നോട് ഞാൻ പറഞ്ഞു, പപ്പ എനിക്കൊരു 2-3 ടാങ്കോടെ സെറ്റ് ചെയ്ത് തരികയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എനിക്ക് 2 കുളം കുത്തി തരികയാണെങ്കിൽ ഞാൻ ഒരു 2-3 മാസത്തിൽ അതിൽ നിന്ന് ആദായം എടുത്ത് കാണിച്ചു തരാമെന്നാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത്
പപ്പ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്തു. അതിൽ നിന്ന് മീനിനെ ഇട്ടു. അന്ന് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ കാർപ്പ്, ഗോൾഡ്, അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് വലുതാക്കുന്നൊരു മോഡലിലേക്കായിരുന്നു ആദ്യത്തെ ഒരു ഇത് ചെയ്തിരുന്നത്. അത് ചെയ്ത് പിന്നെ കുഴപ്പമില്ല. 2-3 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈൽഡ് എടുത്തു. തരക്കേടില്ലാത്ത എനിക്കൊരു വരുമാനം കിട്ടിയും. പിന്നെ ആ അടുത്തടുത്തിരിക്കുന്ന കുളങ്ങളെല്ലാം ഒന്നാക്കി. കാരണം അതിൻ്റെ ഇടയിലിരിക്കുന്ന കവുങ്ങെല്ലാം ഈ വെള്ളം നിന്നിട്ട് പിന്നെ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങനെ ചെറിയ കുളങ്ങളെല്ലാം വലുതാക്കി. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറേ ടാങ്കും കാര്യങ്ങളൊക്കെ കെട്ടുകയും പിന്നെ കോൺക്രീറ്റിനോടൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ച് അതിൽ ഷീറ്റ് ഇട്ടിട്ടായിരുന്നു പിന്നെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയം ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന അവൻ്റെ തുടർന്നുള്ള ദിവസങ്ങൾ ഒരു ശാസ്ത്രജ്ഞൻ്റേതിന് സമാനമായാണ് മുന്നോട്ട് നീങ്ങിയത്. ലഭ്യമായിരുന്ന ഓരോ ഇനം മത്സ്യങ്ങളുടെയും സ്വഭാവ സവിശേഷതകളും രീതികളും വിശദമായി പഠിച്ച അവൻ അവ ഓരോന്നിനെയും ബ്രീഡ് ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടി. വ്യക്തമായ ഉപദേശം നൽകുന്നതിനായി ആരെയും കണ്ടെത്താൻ കഴിയാതിരുന്നതിനാൽ ഇൻ്റർനെറ്റിനെയാണ് അവൻ ആശ്രയിച്ചത്. അങ്ങനെ ഒടുവിൽ കേരളത്തിൽ എവിടെയും ലഭ്യമാകുന്നതിലേറെ ക്വാളിറ്റിയുള്ള വ്യത്യസ്ത അലങ്കാര മത്സ്യങ്ങൾ ലിജോയുടെ ഫാമിൽ നിന്നും പുറം ലോകത്തെത്തിത്തുടങ്ങി. തൻ്റെ സ്വന്തമായ മാർഗങ്ങളിലൂടെ കൂടിയ ക്വാളിറ്റി നിലനിർത്തുവാൻ എന്നും ശ്രദ്ധിക്കുന്ന ലിജോയുടെ മത്സ്യങ്ങൾക്ക് എന്നും കൂടിയ ഡിമാൻഡാണുള്ളത്. ഗപ്പീസിലേക്കാണ് എനിക്ക് പിന്നെ കൂടുതലൊരു താല്പര്യം തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ പല വെറൈറ്റി ഗപ്പീസ്, അതായത് ഇസ്രയേൽ, സിംഗപ്പൂർ, മലേഷ്യ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഗപ്പീസിൻ്റെയൊക്കെ ക്വാളിറ്റിയും അവരുടെ ഭംഗിയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. അങ്ങനെ ഞാൻ വിദേശത്തു നിന്നുള്ള മീനിനെ കളക്ട് ചെയ്യുവാനും അതിന് ബ്രീഡ് ചെയ്യാനും ശ്രമിക്കുകയും അങ്ങനെ നല്ല വില കിട്ടുകയും ചെയ്യുന്നു മനസ്സിലാക്കി അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ ഗോൾഡ്, സോട്ടയിൽ, കോയി കാർപ്പ്, ഗൗരാമി, ഏഞ്ചൽ എന്നിവയൊക്കെ ബ്രീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വരുന്ന ഒരാളോട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷിൻ്റെ എല്ലാത്തിൻ്റെയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള മീൻ നമുക്ക് പറയുന്ന വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ള മീനൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മീനിനെ കുറിച്ച് അറിയുന്ന ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി അവരിലുണ്ടാവില്ല. കുറച്ച് കളറും കുറച്ച് വലുപ്പം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബോഡി ഷേപ്പ് മുതൽ അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ ബ്രീഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നല്ല വില കിട്ടുകയും നമുക്ക് മാർക്കറ്റിൽ നല്ല നല്ലൊരു ഡിമാൻഡ് ഉണ്ടാവാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബ്രീഡ് ചെയ്യുന്ന ഓരോരുത്തരെ സംബന്ധിച്ച് പറയുമ്പോൾ അത്ര ഒരു നല്ല രീതിയിൽ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും അതിൻ്റെ ബ്രൂഡ് സ്റ്റോക്കിൻ്റെയും അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ക്വാളിറ്റി നിലനിർത്തുവാൻ സാധിക്കത്തുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഒരു വെറൈറ്റീൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെടുക്കണമെങ്കിൽ അവരുടെ അതായത് മെയിൽ ഫീമെയിൽ തമ്മിൽ മിനിമം ഒരു 5 ജനറേഷൻ ഗ്യാപ്പെങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 3 to 4 ഒക്കെയാണ് വലിയ ഫാമുകളിലും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എൻ്റെ ഇവിടെ മീനിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് 5 ജനറേഷൻ ഗ്യാപ്പ് ഞാൻ കൊടുക്കാറുണ്ട് ഈ ഫീമെയിലിനും മെയിലിനും. അങ്ങനെ ഈ പാരന്റ് സ്റ്റോക്കിൻ്റെ ഈ ജനറേഷൻ ഗ്യാപ്പ് കൊടുത്തെടുത്താൽ മാത്രമാണ് നമുക്ക് ശരിക്കുമുള്ള ക്വാളിറ്റിയുള്ള കുഞ്ഞിനെ കിട്ടത്തുള്ളൂ. അതിൽ ഈ പാരന്റ് സ്റ്റോക്കിനെ എടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ജനറേഷൻ ഗ്യാപ്പിൽ വരുന്നത്, അതുപോലെ തന്നെ ആ എടുക്കുന്ന ബ്രൂഡ് സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി നമ്മളൊന്നും കൂടി, അതായത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള മീനെ ഉൽപ്പാദിപ്പിക്കുമെങ്കിൽ കൂടി അതിൽ നിന്ന് ഏറ്റവും ശുദ്ധമായിട്ടുള്ള, അതായത് 100% ക്വാളിറ്റി ഉള്ളതിന് മാത്രമേ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടത്തുള്ളൂ. അതിൻ്റെ ബോഡി ഷേപ്പ്, അതിൻ്റെ കളറ്, അതിൻ്റെ വെയ്റ്റ്, അതിൻ്റെ നീളവും അതിൻ്റെ വെയ്റ്റുമായിട്ടുള്ള അനുപാതം അതെല്ലാം കറക്റ്റ് റേഷ്യോയിലായെങ്കിൽ മാത്രമാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള മീനാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുകൂടാതെ തന്നെ നല്ല ഫീഡ് കൊടുക്കണം. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അതായത് നല്ല ഫീഡ് കൊടുത്ത് വേഗത്തിൽ വലുതാക്കി നമുക്ക് അതിനെ വലുതാക്കി കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാനിവിടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫീഡിൻ്റെ കൂടാതെ എൻ്റെ ഒരു സ്വന്തം ഫീഡുണ്ട്. അത് എൻ്റെ ഒരു ട്രേഡ് സീക്രട്ടായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാണെങ്കിൽ കൂടി ആവശ്യക്കാർക്ക് ഞാനൊരു ഫീഡ് സപ്ലൈ ചെയ്യുന്നുമുണ്ട്. അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇടവിട്ട്
പിന്നെ നമ്മുടെ ട്രേഡ് എടുക്കുന്ന നമ്മുടെ ഫീഡും ഒരു ദിവസം ഇടവിട്ട് മറ്റേ നമ്മുടെ പാക്കറ്റ് ഫീഡുമാണ് കൊടുക്കുന്നത്. അത് എല്ലാം കൊടുക്കുന്ന എല്ലാം ഇമ്പോർട്ടഡ് ഫീഡ് മാത്രമാണ് കൊടുക്കുന്നത്. അത് ചെറിയ കൊച്ചു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെയുള്ള തീറ്റേൻ്റെ പിന്നെ തീറ്റയിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ വലുപ്പത്തിൽ, അതിൻ്റെ ക്വാളിറ്റിയിൽ എല്ലാം വ്യത്യാസമുണ്ട്. ബ്രൂഡ് സ്റ്റോക്കിൻ്റെ പ്രത്യേകം തീറ്റയാണ്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് തീറ്റ വേറെയാണ്. അങ്ങനെ എല്ലാത്തിനും പ്രത്യേകം തീറ്റയും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടെടുത്താണ് നമുക്കിതിൻ്റെ ക്വാളിറ്റി കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ ഈ മാർക്കറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ കിട്ടി തുടങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ എൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി വിപുലീകരിക്കാൻ തോന്നി. ആ സമയത്തും ഞാനങ്ങനെ വിപുലീകരിക്കാൻ തോന്നുന്ന ഒരു സമയത്തും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമായിരുന്നു. ആ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും പിന്നെ രാവിലെ കോളേജിൽ പോകണം, വൈകിട്ടേ തിരിച്ചേ എത്തത്തുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് എന്നെ സംബന്ധിച്ച് അതെല്ലാം എനിക്ക് എല്ലാ വർക്കും, അതിന് മീൻ ഫീഡ് ചെയ്യുന്ന കാര്യം, ഡെയിലി സൈഫൺ ചെയ്യുന്ന കാര്യം, അങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ച് എനിക്ക് പിന്നെ ആ ഒരു കാര്യം നടന്നു പോകുമായിരുന്നു. ഈസി ആയിട്ട് എനിക്കത് അതിൻ്റെ വർക്കും എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ കണക്കൂട്ടിക്കൊണ്ടിരുമ്പോൾ രാവിലെ അന്നൊക്കെ എനിക്ക് ഞാൻ ഒരു ഇച്ചിരി നല്ല രീതിയിൽ തുടങ്ങാമെന്ന് വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ 12 ടാങ്ക് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ 12 ടാങ്ക് 2-3 കുളം ഉണ്ടായിരുന്നു. അങ്ങനെ 12 ടാങ്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു രാവിലെ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ തീറ്റ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അരമണിക്കൂർ കഷ്ടി മതി. അരമണിക്കൂർ കൊണ്ട് അതെല്ലാം ചെയ്യും. പിന്നെ ബാക്കി ചെയ്യുന്നത് വൈകുന്നേരമായിരുന്നു. ഞാനിവിടെ അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 2 നേരമാണ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഫാമുകളിലും ഇപ്പം നെറ്റിൽ നിന്നായാലും നമുക്ക് മനസ്സിലാക്കുന്നത് ഡെയിലി ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ മീനിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ, അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നുള്ളത് അങ്ങനെയുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് പഠിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫുൾ ടൈം അതിലേക്കൊന്ന് ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നു. അതായത് ഈ ഫീഡിങ്ങിൻ്റെ കാര്യം മാത്രം. പിന്നെ ഓരോ ദിവസങ്ങളിലും മറ്റുമൊക്കെ ഫുൾ ടൈം നിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. അന്ന് ഞാൻ പഠിക്കുന്ന സമയത്തും നല്ലൊരു ഇൻകം എനിക്ക് കിട്ടുമായിരുന്നു. കാരണം എല്ലാ ആഴ്ചയിലും 2-3 ദിവസം ഇവിടുന്ന് മീൻ കയറി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ചാണ് ഞാൻ പിന്നീട് ഓരോ ഡെവലപ്മെൻറ്റ് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ അവിടുത്തെ സീനിയർ ലെക്ചറിന് കിട്ടുന്ന ഒരു സാലറീൻ്റെ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവാം, അല്ലെങ്കിൽ ഏകദേശം ആ ഒരു പൈസ എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ മീനിനെ വിറ്റുകൊണ്ട് എനിക്ക് കിട്ടുമായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിപ്പം മീനിൻ്റെ കാര്യത്തിലാണ് ഞാനതിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എനിക്കൊരിപ്പം ഒരു പുതിയ മീനിൻ്റെ ഒരു വെറൈറ്റി അങ്ങനെ എവിടെയെങ്കിലും ഇതിൻ്റെ മാർക്കറ്റിങ്ങിൽ വന്നിട്ടുണ്ടെന്ന് അറിയുമോ, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ബ്രീഡിനെ എടുക്കാൻ പോവുകയോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പപ്പേൻ്റെ അടുത്ത് നിന്ന് ഒരു കൈനീട്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ആ ഒരു പൈസ അത് ചിലപ്പം 1 രൂപയോ അല്ലെങ്കിൽ 10 രൂപയോ അതിൽ നിന്ന് എത്ര രൂപയായാലും എനിക്കത് കിട്ടണം. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് പപ്പേൻ്റെ അടുത്ത് നിന്ന് കിട്ടണം. അത് ചിലപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ഒരു കുരിശൻ തൊട്ടിയുണ്ട്, അവിടെ ചിലപ്പോൾ വഴിപാട് ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ പപ്പേൻ്റെ അടുത്ത് ഒരു കൈനീട്ടം കിട്ടാതെ ഇതുവരെ ഞാൻ ഒന്നും എടുത്തിട്ടുമില്ല. എനിക്കൊന്ന് പപ്പേൻ്റെ ആ ഒരു കൈനീട്ടത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ആയിരിക്കാം എനിക്കിപ്പോൾ ഈ ഒരു ഫീൽഡിൽ നല്ലോണം പോകാനും സാധിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഈ ഫീൽഡ് നിർത്തിയ സമയത്ത്, രണ്ടാമത് തുടങ്ങാൻ സമയത്ത് എനിക്ക് പിന്നെയും കാശൊന്ന് സഹായിച്ചത് എൻ്റെ പപ്പയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, പപ്പയോടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ദൈവത്തിനോടുള്ള ഒരു ഇതായിരിക്കാം എനിക്കിങ്ങനെ ഒരു വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി തന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. കാരണം ദൈവം എന്നിൽ ഇടപെട്ട ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ മീനിൻ്റെ കാര്യമായാലും എനിക്ക് അസുഖം ഉണ്ടായിരുന്ന സമയത്തായാലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ദൈവം ഇടപെട്ട് തന്ന കാര്യമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ലിജോയ്ക്ക് ഗുരുതരമായൊരു രോഗം പിടിപെട്ടിരുന്നു. വൈദ്യശാസ്ത്രത്തിനു മുന്നിൽ ചോദ്യചിഹ്നമായിരുന്ന അപൂർവമായ ആരോഗ്യ പ്രശ്നത്തെ ദൈവവിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലത്തിൽ അതിജീവിച്ച അനുഭവമാണ് ലിജോയ്ക്കും കുടുംബത്തിനുമുള്ളത്. പിന്നീടങ്ങോട്ട് തൻ്റെ ഓരോ വിജയത്തിലും പരാജയത്തിലും അവൻ ദൈവകരങ്ങളെ ദർശിക്കുന്നു. അങ്ങനെ പിന്നെ ഈ ഫീൽഡിലേക്ക് പിന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയും, കാരണം എനിക്ക് വരുന്ന അതിനുശേഷം എനിക്ക് പറഞ്ഞാൽ ഒരസുഖങ്ങളും തന്നെ എന്നെ ബാധിച്ചിട്ടില്ല. അങ്ങനെ കുറേ നാളിങ്ങനെ പോയി വന്ന സമയത്താണ് ഈ 2013 എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് ആക്സിഡൻ്റ് ആയ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ അങ്ങ് വളർന്നു വന്ന്, അതായത് എനിക്കൊന്ന് പെട്ടെന്നൊരു വളർച്ചയായിരുന്നു എനിക്ക്. അപ്പം അതിൽ ദൈവത്തിലൊരു നല്ല വശം എന്നിൽ കണ്ടിട്ടായിരിക്കണം എനിക്കൊരു ആക്സിഡൻറ്റ് തരികയും അതിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് പറഞ്ഞാൽ ഇപ്പോൾ 8-10 മാസം ആ ഒരു ഫീൽഡുമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടപഴകാൻ പറ്റാതെ വരികയും കണ്ടമാനം നഷ്ടം വന്നു പോകുകയും എൻ്റെ ഫാമെന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ എനിക്ക് ആ ഒരു ആക്സിഡൻറ്റ് എൻ്റെ ഒരു നല്ല കാര്യത്തിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനും ദൈവമായിട്ട് ഉള്ള ഒരു ബന്ധം നിലനിർത്തുവാനും വേണ്ടിയിട്ട് എനിക്ക് ദൈവം തന്ന ഒരു ചെറിയൊരു വീഴ്ചയാണെന്ന് ഞാൻ പിന്നെ ഒരു വീഴ്ച വേറൊരു വിജയത്തിലേക്കുള്ള വഴിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും നടക്കാനോ കാര്യങ്ങളൊന്നും ആയിട്ടില്ലെങ്കിൽ കൂടി അപ്പച്ചിയും അതുപോലെ ഫാമിലിയുള്ള എല്ലാവരും പിന്നെ അടുത്തുള്ള ചേട്ടന്മാരാണ് എന്നെ ഇതിൻ്റെ ഉള്ള വർക്കിനെ എല്ലാത്തിനും സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരെല്ലാവരും കൂടി ബാക്കി പിന്നെ രണ്ടാമത് തുടങ്ങണമല്ല എന്തായാലും, കാരണം എനിക്ക് നടന്നു വരാനാകുമ്പോൾ ഇപ്പോൾ എല്ലാം തുടങ്ങണം. ആ രീതിയിൽ പിന്നെ രണ്ടാമത് ഫാമെല്ലാം സെറ്റ് ചെയ്യുകയും അപ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യം കോൺക്രീറ്റിൻ്റെ ടാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം കോൺക്രീറ്റിൻ്റെ ടാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം മാറ്റാൻ എളുപ്പമാണ്. സൈഫൺ ചെയ്യുന്ന എല്ലാം സെയിം ആണെങ്കിൽ കൂടി നമുക്കൊരു ടാങ്ക് വറ്റിച്ച് മീനെ പിടിക്കുന്നുണ്ടെങ്കിൽ അടിയിൽ നമുക്ക് അങ്ങ് ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഫുള്ളായിട്ട് അങ്ങ് പോയിക്കൊണ്ട് നമുക്ക് വലിയ റിസ്ക് വരത്തില്ല. പക്ഷേ എനിക്കെന്തോ കോൺക്രീറ്റിനോട് താല്പര്യമില്ല. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് ചെയ്യാനുള്ളൊരു എൻ്റെ ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫൈബർ ടാങ്ക് കൊണ്ടുള്ളൊരു ഫാമാണ് എൻ്റെ ഡ്രീം പ്രോജക്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയും ഞാനൊരു 30ഓളം ടാങ്ക് ഞാൻ ഫൈബറിൻ്റെത് ലേബേഴ്സിനെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ആ ഒരു ടാങ്കിലാണ് ഇപ്പോൾ എൻ്റെ മെയിനായിട്ട് ഹാച്ചിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ ബ്രീഡിംഗ് ആണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് തന്നെ. അതിനെല്ലാം ഈ ഫൈബറിൻ്റെ കാര്യങ്ങളും ടാങ്കും കുറേ കൂടി നമുക്ക് ഹെൽപ്ഫുള്ളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് വെച്ച് നാളെ വേറെ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് പോകണമെങ്കിൽ കോൺക്രീറ്റ് ടാങ്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ചിട്ടുള്ള ടാങ്കോ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല. പക്ഷേ നേരെ മറിച്ച് ഫൈബറിൻ്റെ ടാങ്ക് ആണെങ്കിൽ നമുക്ക് രണ്ടാളുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാറ്റി വേറെ സ്ഥലത്ത് വെക്കുകയോ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുന്ന ഓരോ സീസൺ അനുസരിച്ച് ഓരോ വെറൈറ്റിയാണ് ബ്രീഡ് ചെയ്യുന്നത്. അപ്പം ചിലതിന് മഴ വേണം, ചിലതിന് വെയിൽ വേണം, ചിലതിന് ഇതൊന്നും പറ്റില്ല, ചിലതിന് ഇരുട്ട് വേണം. അപ്പോൾ നമുക്ക് ഓരോ സമയത്ത് ഇതിൻ്റെ പിന്നെ ടാങ്കും കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സാഹചര്യം ഒരുക്കാനോ ബുദ്ധിമുട്ടാണതുകൊണ്ട് ഫൈബർ ടാങ്ക് തന്നെ നമ്മൾ തീരുമാനിച്ചു ഫൈബർ ടാങ്ക് ഇറക്കുകയും അതിൽ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ചിലവ് ചുരുങ്ങുന്നുള്ള ഇതുകൊണ്ട് പഴയ ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ചിട്ടുള്ള ടാങ്കും ഉപയോഗിക്കുന്നുണ്ട്. കുത്തകകളുടെയും കിടമത്സരങ്ങളുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയുമായ ഈ ലോകത്തിൽ ലിജോ തൻ്റെ തൊഴിൽ മേഖലയിൽ പുലർത്തി വരുന്ന മാതൃകാപരമായ സമീപനം അഭിനന്ദനാർഹമാണ്. തുടക്കത്തിൽ തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇനി ഒരാൾക്കുണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടെ തൻ്റെ അറിവുകളെയും നേട്ടങ്ങളെയും അവൻ എല്ലാവർക്കുമായി പങ്കുവയ്ക്കുന്നു. ഈ ഒരു ഫീൽഡിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് ആരൊക്കെ ഇതിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ നല്ലൊരു, അല്ലാതെ ചുമ്മാ ജസ്റ്റ് പിന്നെ അദ്ദേഹത്തിന് ഒരു ഇൻകം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാനും ചെയ്തേക്കാമെന്നല്ല, അല്ലാതെ സ്വന്തമായിട്ടൊരു താല്പര്യം ഉണ്ടായിട്ട് വരുന്ന ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഒരു ഫാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വേണമെന്ന് മുതൽ ബ്രീഡിങ്, ഫീഡിങ്, മാർക്കറ്റിംഗ് വരെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഒത്തിരി ആൾക്കാർ അതിപ്പം ഒത്തിരി, അതായത് പല നാട്ടിൽ നിന്നുള്ളവർ, പിന്നെ
തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വരെ നമ്മളോട് ഓരോ ഫാമിൻ്റെ കാര്യത്തെക്കുറിച്ചും ഇതിൻ്റെ പിന്നെ എന്തൊക്കെ വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം, എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിക്കാറും വരികയും അതുപോലെ തന്നെ ഓരോ ഫാമിലേക്ക് ഞാൻ പോയി അവരുടെ ഒരു ഫാം വിസിറ്റിംഗ് നടത്തി അവർക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഇതിലേക്ക് വരാൻ സാധിക്കുമോ അത്ര ആൾക്കാർ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്നാണ് എൻ്റെ ഒരു പിന്നെ ആഗ്രഹം. കാരണം നമ്മുടെ കേരള മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള മാർക്കറ്റിൻ്റെ മീനിൻ്റെ വില നിശ്ചയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ മാർക്കറ്റാണ്. കാരണം ചെന്നൈയിൽ അവർ വെറും വേസ്റ്റ് കൊടുത്ത് മീനിനെ വലുതാക്കി എടുക്കുന്നു. നമുക്കിവിടെ സംബന്ധിച്ച് നമുക്ക് അതൊന്ന് വേസ്റ്റ് കിട്ടാൻ, അങ്ങനെ വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ആരും വേസ്റ്റ് കൊടുക്കാറില്ല. വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പല അസുഖങ്ങളും കാര്യങ്ങൾ വരും. അതുകൊണ്ട് നമ്മളാരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നല്ല പിന്നെ ഇമ്പോർട്ടഡ് ഫീഡും നമ്മുടേതായിട്ടുള്ള സ്വന്തം ഫീഡും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മീനിനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കേരളത്തിലുള്ള ഒത്തിരി കർഷകർ ഉണ്ടായാൽ മാത്രമാണ് ചെന്നൈയിൽ നിന്നുള്ള മീൻ ഇങ്ങോട്ടേക്ക് വരാത്ത നമ്മുടെ മീനിനെ മാത്രം നമ്മുടെ കേരള മാർക്കറ്റിലേക്ക് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എത്ര ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുണ്ടോ അവരെയൊക്കെ കൂട്ടി നമുക്കിത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ വരുന്നവരെ ഞാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും.